ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ലിജ ജോൺ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ചേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഇപ്പം നമുക്കറിയാം സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷെ പലർക്കും വിചാരിച്ചതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. വീട്ടിൽ നിന്നൊക്കെ പാരൻസിൻ്റെ അടുത്തു നിന്നുമൊക്കെ വഴക്ക് കേൾക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ വിചാരിച്ച അത്ര കാര്യങ്ങളൊന്നും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ആദ്യം തന്നെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മടിയാണ്. മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും മടി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ ഓരോരുത്തരിലും ഉള്ളതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ് എന്നേ ഉള്ളൂ. അപ്പം ചില ആൾക്കാർ ലൈഫിൽ ഭയങ്കരമായിട്ട് സക്സസ് ആവുന്നുണ്ട്, ചിലവർ ഭയങ്കരമായിട്ട് അങ്ങ് ഫെയിലിയർ ആയി പോകുന്നുണ്ട്, ചിലവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ അങ്ങ് സ്റ്റക്കായിരിക്കുന്നു. അവർ ഈ മറ്റേ പറഞ്ഞ പോലെ അവരും പിന്നീട് ലൈഫിൽ ഫെയിലായി പോകുന്നുണ്ട്. സോ ഈ ഒരു മടി എത്ര വലിയ മടിയാണെങ്കിലും ആ ഒരു മടി മാറ്റി നമ്മുടെ ലൈഫിനെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കെയ്സൻ ടെക്നിക്ക് എന്നാണ് ഈ ഒരു ടെക്നിക്കിന്റെ പേര്. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ഇതേപോലെ ഭയങ്കര മടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് മടി മാറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു ടെക്നിക്കിനെ പറ്റി എനിക്ക് അറിയാൻ പറ്റിയത്. അങ്ങനെ ഞാനിത് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലാക്കി ഞാനിതിൽ സക്സസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു പുൾ ബാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ നമ്മുടെ ലൈഫിൽ മടി എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ അതിനെ എടുത്ത് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നഷ്ടമാകും, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ചെയ്യാൻ പറ്റാതെ ആവും. ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ആ ഒരു ലെവലിൽ നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റിലെങ്കിലും നിങ്ങളുടെ മടി എടുത്ത് കളയണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പലർക്കും അറിയാം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടി, എനിക്കിതിന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, ടീനേജേഴ്സ് ആയിട്ടുള്ളവർ. അഡോളസൻസിനാണ് ഇത് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അത് മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ കെയ്സൻ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ ഫേമസ് ആണ്, ഒരുപാട് പേര് ഈ ഒരു സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ഞാനും ഇത് ട്രൈ ചെയ്ത് ഈ ഒരു സംഭവം യെസ് ഇറ്റ്സ് വർക്കിംഗ് ആണ് എന്ന് പറയാൻ എനിക്ക് പറ്റും. ബിക്കോസ് ഞാൻ അതിൻ്റെ ഒരു യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് ആണ്, ചെറിയ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ്. നമുക്കറിയാം ഓരോ കുഞ്ഞു ചേഞ്ചസ് വെച്ച് നോക്കുമ്പോഴാണ് വലിയൊരു ചേഞ്ച് തരുന്നത്. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനൊരു കോച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്ത് കോച്ചിങ് ആണെന്ന് പറയാം. അപ്പോൾ അതിന് എനിക്ക് കുറേ ബുക്സ് വായിക്കണമായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് ഇത്രയുള്ള ഒരു ബുക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും അത് കൊണ്ടുപോയിരുന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നേരെ ഞാനൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രിൻ്റ് എടുത്തു. അത് ഞാൻ കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അതേപോലെ ഞാൻ PDF ആണെങ്കിലും ചെറിയ കുറച്ച് പേജസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മാത്രം ഒരു ദിവസം ഇത്രയും പേജസ് മാത്രം ഞാൻ പഠിക്കും. അങ്ങനെ കുറേശ്ശെ നമ്മൾ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളത് ഫുള്ള് പഠിച്ച് തീർക്കും. സോ ഇത് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു വലിയ ഡ്രീം ഉണ്ട്, ആ ഒരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര പരിപാടിയാണ്, ചെയ്യാൻ വയ്യ. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ആദ്യം ഒന്നും വലിയ ടാസ്ക് ഒന്നും എടുക്കരുത്, കുഞ്ഞു ടാസ്ക് ഒക്കെ ഫസ്റ്റ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ ചെയ്യുക. അതിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് നിങ്ങൾ മറക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്.
പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിൽ കൺട്രോൾ വയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈഡ് ഐറ്റംസ്, സ്നാക്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം എത്രത്തോളം സ്വീറ്റ്സ് കഴിക്കും. ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു 4 മിഠായിയൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ഒരു 1-2 ബർഗറൊക്കെ കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു, അപ്പം ഞാനത് കുറച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഇന്ന് ഞാൻ 4 ചോക്ലേറ്റിന് പകരം ഇന്ന് ഞാൻ 3 കഴിക്കത്തുള്ളൂ എന്ന് വിചാരിക്കും. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് 3 കഴിച്ച് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ എടുക്കാനൊരു ടെൻഡൻസി വരും. അപ്പം നിങ്ങൾ അതിനെ അവിടെ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് ഡേയും 3 മതി. അങ്ങനെ ഒരു 3 ദിവസം നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ എനിക്കിന്ന് 2 മതി. ദെൻ അത് അങ്ങനെ കൊണ്ടുപോയി 1 ആക്കുക. പിന്നെ നിങ്ങൾ ആ 1 നിർത്തുക. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 1 മതി. അങ്ങനെ നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞതുപോലെ ലൈഫിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് സംഭവിക്കും, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹ്യൂജ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഈ ഒരു കേസ് ആൻഡ് ടെക്നിക്കിലൂടെ പറയുന്നത്. ചെറിയ ചേഞ്ച്. നമ്മളിപ്പം ജിമ്മിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പലരും പോയി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനോ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്യും. സോ നിങ്ങൾ ചെറിയ ടാസ്കുകൾ വയ്ക്കുക. കേസ് ആൻഡ് ടെക്നിക്കിൽ അതാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ വലിയ ടാർഗറ്റ് ഒക്കെ വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും, നമുക്ക് ഒരു ഡിമോട്ടിവേഷൻ ഉണ്ടാവും, നമ്മളൊരു ഡിപ്രസ്ഡ് ആവും, മടുക്കും, ഇതെന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പഴയ ആളാകും. സോ അത് വരാതിരിക്കാൻ വേണ്ടി ചെറിയ സ്മോൾ ചേഞ്ചസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വലിയ ടാർഗറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ പോലൊക്കെ തോന്നും. എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ സ്വയമേ നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. സോ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരും. അതും കൺസിസ്റ്റൻസി മറക്കാതിരിക്കുക. അപ്പം ഈ ഒരു കേസ് ആൻഡ് ടെക്നിക്കിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഈ ഒരു വീഡിയോയിലൂടെ കേസ് ആൻഡ് ടെക്നിക്കിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നത്. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ലൈഫ് ബുക്കിൽ കോട്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫ് ബുക്കിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞല്ലോ, നമുക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ചിലപ്പോൾ 1 വർഷം എടുക്കും നമുക്കൊരു ചേഞ്ച് വരാൻ. ചിലപ്പോൾ 1 മാസം കൊണ്ട് ചേഞ്ച് ആവുന്നവരുണ്ട്. ചിലപ്പോൾ 3 മാസം, 6 മാസം, ചിലപ്പോൾ 5 വർഷം എടുക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു ന്യൂ വേർഷൻ ഓഫ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ചേഞ്ചസ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിഷമിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് എക്സാം, ഇനി ക്രിസ്മസിൻ്റെ ടൈമിൽ എക്സാം വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അതേപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ടാർഗറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ തന്നെ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ബൈ.